ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണെന്ന് പറയുന്നത്. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം മമ ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. അതായത് അവജാനന്തി മാം മൂഢരായിട്ടിരിക്കുന്നവർ, അതായത് വിവേകമില്ലാത്തവർ, അറിവില്ലാത്തവർ, അവരെന്താ ധരിക്കുന്നതെന്നറിയാമോ? എന്നെപ്പറ്റി എന്താ ധരിക്കുന്നത്? മാനുഷ്യം തനുമാശ്രിതം, ഞാൻ മനുഷ്യവേഷം പൂണ്ടിരിക്കുന്ന ആളാണെന്നാണ് ധരിക്കുന്നത്. അതായത് നമ്മളങ്ങനെയല്ലേ, അമ്പലത്തിൽ പോയാലും നമ്മളെന്താ എപ്പോഴും വിചാരിക്കുന്നത്? രാമകൃഷ്ണ ഗോവിന്ദ അല്ലേ, രാമനും കൃഷ്ണനും നരസിംഹമൂർത്തിയും ഇങ്ങനെ, അതായത് ഈ ഭൂമിയിൽ അവതാരങ്ങളായിട്ട് ഉദയം ചെയ്ത അവരാണ് ഭഗവാൻ എന്നാണ് നമ്മളുടെ ഒരു ചിന്ത. മമഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം. അതായത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഭൂതങ്ങളുടെയും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതുതന്നെയല്ല എല്ലാത്തിൻ്റെയും, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും മഹേശ്വരനായിട്ട്, കാരണം എല്ലാത്തിൻ്റെയും നിയന്താവായിട്ട് അല്ലേ, എന്താണ്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്ന ശക്തിയാണ് ഞാനെന്ന് ഇവരറിയുന്നുമില്ല. പക്ഷേ ചുരുക്കം ചിലർ ഇതറിയുന്നുണ്ട്. അവരാരാണ്? മൂഢന്മാരല്ല, അവർ ബുദ്ധിമാന്മാരാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പല ആചാര്യന്മാരും പറയാറുണ്ട്, പലരും ഇപ്പോഴും ആ LKG സ്റ്റേജിലാണെന്ന്. കാരണം അമ്പലത്തിൽ പോകുന്നു, ഭഗവാൻ കീർത്തനം ചൊല്ലുന്നു, ഇതൊക്കെ. അതേസമയം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനോ ജ്ഞാനത്തിലേക്ക് കൂടുതൽ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് കൂടുതൽ ശ്രമിച്ച് നമ്മൾ LKGന്ന് UKGയും LPയും UPയും ഹൈസ്കൂളും എല്ലാം കഴിഞ്ഞ് കോളേജിലും ഒക്കെ എത്തി നമ്മൾ ആ ഭഗവത് പാദത്തിലേക്ക് തന്നെ എത്തണം എന്നാണ് പറയാനുള്ളത്.